ഇന്നത്തെ നോമ്പുതുറ ചെറുതായിട്ട് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്തായി 2 ഐറ്റം ഫ്രൂട്ട് സലാഡൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പൊ അതിന് മുന്നേ ഞാൻ കറി വെച്ചത് എങ്ങനെയാണെന്ന് പറയാം. തേങ്ങ നല്ലപോലെ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല കടുപ്പത്തിൽ നല്ല പാൽച്ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചായപ്പൊടി വെച്ചിട്ട് ചായ ഉണ്ടാക്കിയാലേ അടിപൊളിയാണ്. നല്ല കട്ടിക്ക് ചായ കുടിക്കാൻ പറ്റും. ഇതിൽ ശരിക്കും പിന്നെ നമ്മൾ ഏലക്കായൊന്നും ഇടേണ്ട ആവശ്യമില്ല. ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞതാ നേരെ ഫ്രൂട്ട് സലാഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രൂട്ട് സലാഡിൽ വലിയൊരു കളർഫുൾ ഒന്നും ഇല്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. പുളിയില്ലാത്ത ഐറ്റംസ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതാ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ്, വത്തക്ക, മുന്തിരി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈത്തപ്പഴം ആപ്പിളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പത്തിരിയൊക്കെ ചുട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. എണ്ണക്കടിക്കതാ ചിക്കൻ റോള്, അതുപോലെ തന്നെ സമൂസ. ഈ സമൂസ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ്. ഞാൻ എന്തായാലും ഉണ്ടാക്കൂല, ആരെങ്കിലൊക്കെ തന്നാ കഴിക്കും. ആദ്യക്കുട്ടിന്റെ ആദ്യത്തെ നോമ്പാണ് എന്നിട്ട്, അതുകൊണ്ട് അവന് വീഡിയോ എടുക്കണ്ടെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കൂടി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞ് നിസ്കാരം കൂടെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാനിരുന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് നല്ല അസൽ പത്തിരിയും ചിക്കൻ കറിയും കൂടെ ആയിരുന്നു. പിന്നെ അത് ആ പൂരപ്പറമ്പിൽ പോയി വന്നപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു കാളനെ. അപ്പൊ ഈ കാളന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എന്നെ പോലെ കാളൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം.